അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞു, ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അടുത്ത ഈ നോട്ടിഫിക്കേഷൻസ് വരാൻ വേണ്ടിയാണ്. ഹായ്, നമ്മുടെ RRB NTPC എക്സാംസിന് നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയമായി. നമുക്ക് ഇനി കലണ്ടർ അനുസരിച്ചാണെങ്കിൽ, നമ്മുടെ റെയിൽവേയുടെ ആനുവൽ കലണ്ടർ അനുസരിച്ചാണെങ്കിൽ ഒരു സെപ്റ്റംബർ ലാസ്റ്റോടോ നമ്മുടെ ഈ മാസം അവസാനത്തോടോ അല്ലെങ്കിൽ നമുക്ക് അടുത്ത മാസങ്ങളിൽ നമുക്ക് വരാനിരിക്കുന്ന സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബറിലോ നവംബറിലോ നമുക്ക് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ കലണ്ടർ അനുസരിച്ചാണെങ്കിൽ സെപ്റ്റംബറിലോടെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് പബ്ലിഷ് ചെയ്യണം എന്നൊരു ആംഗിളിലാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്ന ഏകദേശം ഇതേ ഒരു സമയത്താണ്, ഈ ഒരു സെപ്റ്റംബർ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സാംസ് ഇപ്പം റീസെൻ്റ് ഒക്കെ നടന്നതേ ഉള്ളൂ, കഴിഞ്ഞ ഒരു 3 മാസത്തിൻ്റെ ഇടയ്ക്ക് വെച്ച്. അപ്പോൾ ഈ വട്ടത്തിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് വരാനുള്ള സമയമായി. ഒരുപാട് പേര് ഇപ്പം പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്, നേരത്തെ തൊട്ടേ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ കഴിഞ്ഞ കോളേജ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇത് NTPC വിളിക്കുമ്പോൾ നിങ്ങൾക്കറിയാം രണ്ടായിട്ടാണ് വിളിക്കുന്നത്. നമ്മുടെ NTPC ഗ്രാജുവേറ്റും അതുപോലെ NTPC അണ്ടർ ഗ്രാജുവേറ്റും. ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റും. അതേപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരാൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് നമുക്ക് ഈ ഗ്രാജുവേറ്റിന് അണ്ടറിൽ കുറേ നല്ല പോസ്റ്റുകളുണ്ട്. ഈ ഒരു പോസ്റ്റുകളുടെ ഒക്കെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, ഓരോ പോസ്റ്റും നമ്മൾ ആ ഒരു എക്സാമിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഈ ഗ്രാജുവേറ്റ് ലെവലിൽ വരുമ്പം നമുക്കവിടെ വരുന്ന ചില വളരെ നല്ല പോസ്റ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഏറ്റവും നല്ലൊരു പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാണ് ഏറ്റവും നല്ല പോസ്റ്റ്. നിങ്ങൾക്കറിയാം സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാണ് ഏറ്റവും നല്ല പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ. അപ്പോൾ ആ ഒരു സ്റ്റേഷൻ മാസ്റ്റർ കൂടാതെ വേറെയും കുറേ പോസ്റ്റുകളാണ് നമുക്കവിടെ വരുന്നത്. ആ ഒരു പോസ്റ്റുകളൊക്കെ എന്താണ്, ലൈക്ക് അവരുടെ ഒരു ജോബ് പ്രൊഫൈൽ എന്താണെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ കാണും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകളിലൊക്കെ ജോബ് പ്രൊഫൈലും അവരുടെ ഒരു സാലറിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ചാനലിൽ ചെന്നിട്ട് അവിടെ നിന്ന് കാണാൻ തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്നും കണ്ടുവെക്കാവുന്നതാണ്. ഇനി ആ സമയത്ത് പിന്നെയും കുറച്ച് പേര് ചോദിച്ചതാണ് ഈ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകളെ കുറിച്ചും ഇതേപോലെ തന്നെ ഈ ഒരു ജോബ് പ്രൊഫൈൽ എന്താണ്, ഈ പോസ്റ്റിൽ എന്താണ് എന്നുള്ളത് കുറച്ചൊന്ന് പറയൂ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതേപോലെ ഡൗട്ട്സ് വന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി വരുന്ന കുറച്ച് സെഷൻസിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ അണ്ടർ ഗ്രാജുവേറ്റിന് അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ എന്തൊക്കെയാണ്, ഓരോ പോസ്റ്റിനെ കുറിച്ചും ആ ഒരു ബ്രീഫായിട്ട് എന്താണ് ആ ജോബ് പോസ്റ്റ്, ആ ഒരു പോസ്റ്റിന്റെ ജോബ് പ്രൊഫൈൽ എന്താണ്, സാലറി എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ ആയിരിക്കുന്ന എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു തുടങ്ങാം. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് നോളജ് ഉള്ളത് എപ്പോഴും നമുക്ക് ഒരു ജോബ് എന്താ പറയുക, നമുക്ക് ആ ഒരു പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്യാനും നമ്മളത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ടൈപ്പിംഗ് ആവശ്യമുള്ള ഒരു പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് ടൈപ്പിംഗ് നേരത്തെ തൊട്ടേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കുറച്ചുകൂടെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ പോകുന്നതും നമ്മുടെ RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളുടെ അകത്ത് വരുന്ന ഒരു പോസ്റ്റായ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ചെറിയ പോസ്റ്റ്, ആ ഒരു പോസ്റ്റിന്റെ ജോബ് പ്രൊഫൈൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റിന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത്. 4 പോസ്റ്റേ ഉള്ളൂ നമുക്ക് ഈ അണ്ടർ ഗ്രാജുവേറ്റിന്റെ അണ്ടറിൽ. കഴിഞ്ഞ വട്ടം വിളിച്ചപ്പോൾ ഈ വട്ടം വിളിക്കുമ്പോൾ ഇനി അതിൽ പോസ്റ്റുകളുടെ എണ്ണം കൂടുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്. അപ്പോൾ ആ 4 പോസ്റ്റുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക്. ഇങ്ങനെ 4 പോസ്റ്റുകളാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഈ 4 പോസ്റ്റുകൾ ഏതൊക്കെ പേ സ്കെയിലിൽ വരുന്നതാണ്, അതിന്റെ ഇനീഷ്യൽ സാലറി എന്താണ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്താണ്, അതിന്റെ ഏജ് ലിമിറ്റ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് പെട്ടെന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ പറഞ്ഞ ലെവൽ 2 വരുന്ന പോസ്റ്റുകളാണ് നമ്മുടെ ഈ 3 പോസ്റ്റുകൾ. ആൻഡ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ് നമുക്ക് ഇവിടെ ലെവൽ 3 വരുന്ന ഒരേ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ഈ 4 എണ്ണത്തിലെ ഏറ്റവും നല്ല പോസ്റ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് വൺ ആണ്. നമുക്ക് ലെവൽ എന്താ പറയുക 3 വരുന്ന ഒരു പേ സ്കെയിൽ വരുന്ന പോസ്റ്റ് ആണ് അതെന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഇനീഷ്യൽ പേ നിങ്ങൾ കാണാൻ പറ്റും കൂടുതലാണ്, ബാക്കിയുള്ള ഇനീഷ്യൽ പേ എന്ന് പറയുന്നത് കുറവാണ്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് കാര്യം, ഇതല്ല സാലറി എന്ന് പറയുന്നത്, ഇത് ബേസിക് പേ ആണ്, ഇനീഷ്യൽ പേ ആണ്. ഇതിന്റെ കൂടെ ബാക്കി ഡിയറൻസ് അലവൻസും ബാക്കിയുള്ള അലവൻസുകളൊക്കെ ചേർന്നിട്ടാണ് നമുക്ക് ഈ സാലറി വരുന്നത്. അപ്പോൾ ആ സാലറി അങ്ങനെ അലവൻസ് ഒക്കെ ചേരുമ്പോഴത്തേക്കും ഈ എമൗണ്ടിൽ പിന്നെയും മോർ ദാൻ ഒരു 50% ഇൻക്രീസ് പിന്നെയും വരും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഓരോ പോസ്റ്റിനും അതിൻ്റെതായിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റ് ആണ്. എത്ര വയസ്സ് വരെ എഴുതാം? നമുക്കിത് 30 വയസ്സ് വരെ, 18 തൊട്ട് 30 വയസ്സ് വരെ എഴുതാം. ആൻഡ് +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോലും അത് എഴുതാൻ പറ്റും +2 ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട്. 18 വയസ്സിൻ്റെ മുകളിലാണെങ്കിൽ ഉറപ്പായിട്ടും എഴുതാൻ പറ്റും. 30 വയസ്സ് വരെ എഴുതാൻ പറ്റും നമ്മുടെ ജനറൽ കാറ്റഗറിക്ക്. അതല്ല ജനറൽ അല്ലാത്ത OBC കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 3 ഇയേഴ്സ് കൂടി റിലാക്സേഷൻ ഉണ്ട്. SC ST ആണെങ്കിൽ നിങ്ങൾക്കറിയാം 5
ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും കൺഫ്യൂസ് ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അവിടുത്തെ ഏജ് ലിമിറ്റ് 33 വയസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും വിചാരിക്കുന്നത് 33 വയസ്സ് വരെ എഴുതാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അതുപോലെ ഗ്രാജുവേറ്റ് വരുമ്പോൾ 36 വയസ്സായിരുന്നു. അപ്പോൾ പലരും 36 വയസ്സ് വരെ എഴുതാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അത് തെറ്റാണ്. കഴിഞ്ഞ വട്ടം ഏജ് ലിമിറ്റ് കൂടുതൽ തന്നത് കോവിഡിന്റെ കാരണം നോട്ടിഫിക്കേഷൻ വിളിക്കാൻ ഒരു കുറച്ച് വർഷങ്ങൾ ഡിലേ ആയതുകൊണ്ട് അവിടെ അത് കാരണം അതിനൊരു എന്താ പറയുക, ഒരു വൺ ടൈം മെഷറായിട്ട് തന്ന ഒരു ഏജ് റിലാക്സേഷൻ ആണ്. അത് എല്ലാവർക്കും ഉണ്ടായിരുന്നു, ലൈക്ക് ജനറൽ കാറ്റഗറിക്ക് അടക്കം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ വർഷം ഉണ്ടായിരിക്കത്തില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ നോർമൽ കോഴ്സിൽ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ തന്നെ ഉണ്ടായിരുന്ന ഒരു നമുക്ക് ആ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ആ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ലൈക്ക് ഹൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും പറ്റണം, എന്നാൽ ഇത് നമുക്ക് ഇപ്പം ഫോളോ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് നിങ്ങൾ അറിയും വേണം. ഇത് കഴിഞ്ഞ വർഷത്തേക്ക് മാത്രമുള്ളതായിരുന്നു. നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ 2024-25 നടന്ന എക്സാംസിന് വേണ്ടിയായിരുന്നു. ഇനി അടുത്ത വർഷം വരുമ്പോൾ 2025-26 വരുമ്പോൾ ഇതല്ല ഫോളോ ചെയ്യാൻ പോകുന്നത്, ഇതാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. ഈ ഡേറ്റ് നമ്മുടെ കഴിഞ്ഞ വട്ടത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഡേറ്റ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ഈ കാര്യങ്ങൾ ജസ്റ്റ് ബ്രീഫായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് മെയിൻ നമ്മുടെ ഇന്നത്തെ ഇതിലേക്ക് പോകാം. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിന്റെ ജോബ് പ്രൊഫൈൽ എന്താണ്, ജോബ് റോൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ പോസ്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ പേര് തന്നെ ഉണ്ട്, ഒന്ന് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. അപ്പം ടൈപ്പിസ്റ്റിന്റെ വർക്കുകൾ വരും. അത് കൂടാതെ ഒരു ക്ലർക്കൽ ലെവൽ വർക്കുകളായിരിക്കും വരാൻ പോകുന്നത്. നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അവരുടെ അണ്ടറിലായിരിക്കും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അവരുടെ ഇൻസ്ട്രക്ഷൻസിന്റെ അണ്ടറിലായിരിക്കും ഇവർ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ബ്രീഫ് ആയിട്ട് ഇതിന്റെ ജോബ് റോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ക്ലർക്കൽ റോൾ ഇൻ ഡിഫറെന്റ് റെയിൽവേ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്ലർക്കിന്റെ റോൾ ആയിരിക്കും നമുക്കത് വരുന്നത്. അത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ നമുക്ക് ജോലി കിട്ടുന്നത്. ഇപ്പോൾ റെയിൽവേയുടെ അണ്ടറിൽ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ജോലി കിട്ടുന്നത് ആ രീതിയിലുള്ള ക്ലർക്കൽ വർക്ക് ആയിരിക്കും. പക്ഷേ എല്ലാം ക്ലർക്കൽ വർക്ക് ആയിരിക്കും. പക്ഷേ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ക്ലർക്കൽ വർക്ക് ആയിരിക്കും അവരത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി ടൈപ്പിംഗ് വർക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ബിക്കോസ് അവിടെ ടൈപ്പിസ്റ്റ് കൂടിയാണ് ആള്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ടൈപ്പിംഗ് വർക്ക് കാണും. ടൈപ്പിംഗ് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ സെൻറ്റർ ചെയ്യുക, ഇതുപോലെ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക, റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് അവിടെ വരും. പിന്നെ അതുകൂടാതെ അല്ലാത്ത ക്ലർക്കൽ ഡ്യൂട്ടീസ് നിങ്ങൾക്കറിയാം, ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്യുക, ആവശ്യമുള്ള ഫയലുകൾ ചോദിക്കുന്ന സമയത്ത് സീനിയേഴ്സ് ചോദിക്കുന്ന സമയത്ത് ആ ഫയൽസ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക, ആ ഫയൽസ് കറക്റ്റായിട്ട് എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യുക, എന്തെങ്കിലും പുതിയ പുതിയ ഡീറ്റെയിൽസ് വരുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുക, അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക റെക്കോർഡ്സ് ഒക്കെ എന്നുള്ളതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. അതുപോലെ ഓഫീസിലെ അത്യാവശ്യമുള്ള ഡോക്യുമെന്റേഷൻ വർക്ക്സ് മൊത്തം ചെയ്യുക, അതൊക്കെയാണ് ക്ലർക്കൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. പിന്നെ ചില പോസ്റ്റുകൾക്കെങ്കിലും, അത് ഡിപ്പാർട്ട്മെന്റിന്റെ മേളിൽ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷേ ചില പോസ്റ്റുകൾക്കെങ്കിലും, ചില ക്ലർക്കൽ പോസ്റ്റിലെങ്കിലും നമുക്ക് പബ്ലിക്കുമായിട്ട് ഇന്ററാക്ഷൻ വരാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കസ്റ്റമർ ഇന്ററാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഹെൽപ്പിംഗ് പാസഞ്ചേഴ്സ് വിത്ത് ഡിഫറെന്റ് ക്വയറീസ്. നമുക്ക് പാസഞ്ചേഴ്സിന് എന്തെങ്കിലുമുള്ള ഡിഫറെന്റ് ക്വയറീസ് ഉണ്ടെങ്കിൽ അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ എന്ന രീതിയിലുള്ള വർക്കും വരാൻ സാധ്യതയുണ്ട്. ഈ പോസ്റ്റഡ് ഇൻ പാസഞ്ചർ റിലേറ്റഡ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോൾ പാസഞ്ചർ റിലേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മുടെ പോസ്റ്റിംഗ് വരുന്നതെങ്കിൽ, അപ്പോൾ ഇപ്പം മേ ബി ടിക്കറ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എൻക്വയറി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മുടെ പോസ്റ്റിംഗ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്തുകൂടി ചെയ്യേണ്ടി വരും, പാസഞ്ചറുമായിട്ട് ഇന്ററാക്ട് കൂടി ചെയ്യേണ്ടി വരും. പിന്നെ ഇത് കൂടാതെ നമുക്ക് അറിയാം ടൈപ്പിംഗിന്റെ ഒരു ടൈപ്പിസ്റ്റ് കൂടിയാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പോസ്റ്റിനെ കുറിച്ചൊക്കെ നേരത്തെ അറിയുക എന്ന് പറഞ്ഞതിന്റെ ഒരു മെയിൻ റീസൺ, പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് അറിഞ്ഞിരിക്കണം ടൈപ്പിസ്റ്റിന്റെ ജോലി കൂടി ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ നേരത്തെ തൊട്ട് നമ്മൾ ടൈപ്പിംഗ് പഠിക്കണം. അതിപ്പോൾ പുറത്ത് പോയി പഠിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അത്യാവശ്യം ഒരു ലോങ് ടേം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ബിക്കോസ് ഒരു എന്താ പറയുക, നമുക്കൊരു നോർമൽ ആയിട്ടുള്ള ടൈപ്പിംഗ് ടെസ്റ്റാണ് നടക്കുന്നത്. അപ്പോൾ പലരും ചിലപ്പം പുറത്ത് പോയി പഠിക്കാറുണ്ട്, പലരും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. സിസ്റ്റം കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടംപോലെ വെബ്സൈറ്റുകളുണ്ട്. സോ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിവേസ് നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ടൈപ്പിംഗ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് മസ്റ്റ് പാസ് എ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് 30 words per minute in English and 25 words per minute in Hindi എന്നുള്ളതാണ് നമുക്കിവിടെ പറയുന്നത്. അപ്പോൾ 30 words per minute in English ആണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത് നോർമൽ സ്പീഡാണ്. നമുക്ക് അങ്ങനെ എന്താ പറയുക, നോർമൽ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൈപ്പിസ്റ്റിന്റെ ഇതിലേക്ക് വരുമ്പോൾ ഏറ്റവും നമ്മൾ യൂഷ്വലി പറയുന്ന മിനിമം സ്പീഡാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഈ പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ പുറത്ത് പോയി പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അത്യാവശ്യം കുറച്ച് നാളായിട്ടെങ്കിലും സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് അത്യാവശ്യം ഉറപ്പായിട്ടും ഇത് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് നാൾ എന്താ പറയുക, സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പീഡ് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഡെയിലി ഒരു ചെറിയ സമയം, ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അതിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻ ബ്രീഫ് നമ്മുടെ ഈ ഒരു പോസ്റ്റിന്റെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഇതിന്റെ വർക്കിംഗ് ഹവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു ക്ലർക്കിന്റെ വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൈൻഡ് ഓഫ് ഫിക്സഡ് വർക്കിംഗ് ഹവേഴ്സ് ആയിരിക്കും. ഇപ്പോൾ 9 to 5 അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫിക്സഡ് വർക്കിംഗ് ഹവേഴ്സിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 9 to 5 തന്നെ ആണോ നിർബന്ധമില്ല. അതിപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ
റെയിൽവേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമുക്കവിടെ അവിടെ ഷിഫ്റ്റ് എപ്പോഴാണ് വരുന്നത് ആ ഒരു ഷിഫ്റ്റ് വർക്ക് ചെയ്താൽ മതി. പക്ഷേ കൈൻഡ് ഓഫ് ഒരു 9 to 5 നമ്മൾ യൂഷ്വലി പറയുന്ന രീതിയിൽ 9 to 5 എന്ന് പറയുന്ന പോലത്തെ ഒരു ജോബ് റോൾ ആയിരിക്കും നമുക്കവിടെ വരുന്നത്. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഒന്നും തന്നെ വരുന്നില്ല, വലിയ ടെൻഷൻ ആയിട്ട് വരുന്ന രീതിയിലുള്ള ഡ്യൂട്ടീസ് ഒന്നും നമുക്കവിടെ വരുന്നില്ല. നോ ഹെവി വർക്ക് ലോഡ്, മെയിൻലി ക്ലർക്ക് ഡെസ്ക് വർക്ക് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന വർക്കുകളെ നമുക്കവിടെ വരാറുള്ളൂ. പിന്നെ മേ ഹാവ് ഷിഫ്റ്റ് ഡ്യൂട്ടീസ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഷിഫ്റ്റ് ഡ്യൂട്ടീസ് നമ്മുടെ ഷിഫ്റ്റിനനുസരിച്ച് വർക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും. ബിക്കോസ് റെയിൽവേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ല, 24 hours ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഡിഫറെന്റ് ഷിഫ്റ്റ് ബേസിസിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ 24/7 ഓപ്പറേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ഒരു 8 hour ഷിഫ്റ്റോ ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമുക്ക് ഉറപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, ഫ്യൂച്ചർ ഗ്രോത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആ ഫ്യൂച്ചർ ഗ്രോത്തിനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഇപ്പോൾ ജൂനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ വഴിയോ സീനിയോറിറ്റി വഴിയോ അവർ പ്രൊമോട്ടായി പോകുന്നത് അടുത്ത ലെവൽ എന്താന്ന് പറഞ്ഞാൽ സീനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ് എന്നുള്ള പോസ്റ്റിലേക്കാണ്. അതിനുശേഷം പിന്നെയും ഫ്യൂച്ചറിൽ പ്രൊമോഷൻ വരാൻ നേരത്ത് ചീഫ് ക്ലർക്ക് എന്നുള്ള പോസ്റ്റിലേക്കാണ്. പിന്നെ ഓഫീസ് സൂപ്രണ്ടന്റ് ആയിട്ടാണ് പിന്നെ നമുക്ക് അവിടെ ആ ഒരു എന്താ പറയുക പ്രൊമോഷൻസ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് വഴി നമുക്ക് അത് കിട്ടും. അതേപോലെ തന്നെ സീനിയോറിറ്റി വഴി നമുക്കൊരു സമയം കഴിയുമ്പോൾ അത് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ആ പ്രൊമോഷൻസ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബ് പ്രൊഫൈൽ, ആ ഒരു വർക്കിംഗ് അവേഴ്സിനെ കുറിച്ച് പറയുന്നതും പിന്നെ അതുപോലെ തന്നെ ഫ്യൂച്ചർ ഗ്രോത്തിനെ കുറിച്ച് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്കറിയാം നമ്മുടെ സാലറി അലവൻസുകൾ എങ്ങനെ ആയിരിക്കും. അപ്പോൾ സാലറി അലവൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു പേ ലെവൽ 2 വരുന്ന ഇപ്പോൾ 7th പേ കമ്മീഷൻ വെച്ച് പറയുകയാണെങ്കിൽ പേ ലെവൽ 2 വരുന്ന ഒരു പോസ്റ്റാണ് ഇത്. ഇതിന്റെ ബേസിക് പേ എന്ന് പറയുന്നത് 19,900 പെർ മന്ത് ആണ്. ഞാൻ വീണ്ടും പറയുവാണ്, അതല്ല സാലറി, അത് ബേസിക് പേ ആണ്. ഇതിന്റെ കൂടെ ഡിയറൻസ് അലവൻസ് ചേരും, ബാക്കിയുള്ള അലവൻസുകൾ ചേരും. അപ്പോൾ അങ്ങനെയൊക്കെ ചേരുമ്പോൾ ഇപ്പോൾ ഡിയറൻസ് അലവൻസ് എന്ന് പറയുന്നത് നമ്മുടെ 50% ആണ് ഇപ്പം കറന്റ്. ഇനി ഫ്യൂച്ചറിൽ 8th പേ കമ്മീഷൻ വരും. അപ്പോൾ ഈ സാലറി റിവൈസ് ആവുകയും ചെയ്യും. അപ്പോൾ ഒരു 30 to 40% ഇൻക്രീസും വരും ഈ സാലറിയിൽ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു കറന്റ് ആംഗിളിൽ പറയുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു ഇത്രയും സാലറി ഉള്ള ഒരാളാണെങ്കിൽ 19,900 ബേസിക് പേ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് 50% ഡിയറൻസ് അലവൻസ് വരുമ്പോൾ തന്നെ ഇതിന്റെ ഏകദേശം പകുതി എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000 rupees കൂടി ഇതിൽ തന്നെ ഇൻക്രീസ് ആവും. അപ്പോൾ ഏകദേശം അവിടെ തന്നെ നമുക്ക് എത്ര ആവുന്നുണ്ട്, 29,000 അടുപ്പിച്ചാവുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ചെറിയ അലവൻസ് കൂടിയൊക്കെ ചേരുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു സാലറി നമുക്ക് ഏകദേശം 28,000 to 35,000 ഇടയ്ക്ക് വരും എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ റേഞ്ചിലായിരിക്കും നമുക്ക് ആ ഒരു സാലറീസ് വരുന്നത്. പിന്നെ എക്സ്ട്രാ വർക്കിംഗ് ഹവേഴ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇൻ കേസ് വരുവാണെങ്കിൽ അവിടെ അതിനനുസരിച്ചുള്ള പേയിൽ വരുന്ന ഇൻക്രീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അലവൻസുകളും ഉണ്ട്. അതൊരു ഇനിഷ്യൽ പേ ബേസിക് പേ മാത്രമാണ്. അവിടെ വേറെയും ഒരുപാട് അലവൻസുകൾ ആഡ് ആകാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പറഞ്ഞ ഡിയറൻസ് അലവൻസ് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ റാങ്കിൽ പറയുകയാണെങ്കിൽ 50% എന്ന് നമുക്ക് പറയാം. പിന്നെ ഹൗസ് റെന്റ് അലവൻസ് അല്ലെങ്കിൽ റെയിൽവേ ക്വാർട്ടേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ അലവൻസുകൾ, പിന്നെ നൈറ്റ് ഡ്യൂട്ടി അലവൻസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രാ അവേഴ്സോ അല്ലെങ്കിൽ ഇതുപോലെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ വരുവാണെങ്കിൽ അവിടെ എക്സ്ട്രാ നമുക്ക് പേ വരും. പിന്നെ ബാക്കിയുള്ള യൂഷ്വൽ ബെനിഫിറ്റ്സ് നമ്മുടെ ഒരു ഗവൺമെന്റ് ജോബി വരുന്ന ബാക്കിയുള്ള യൂഷ്വൽ ബെനിഫിറ്റ്സ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പോസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ സാലറിയും കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ എത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് റെയിൽവേയുടെ ആനുവൽ കലണ്ടർ. ഈ ഒരു ആനുവൽ കലണ്ടറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ജൂലൈ ടു സെപ്റ്റംബറിന്റെ അണ്ടറിലാണ് നമ്മുടെ ഈ ഒരു നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി NTPC ഗ്രാജുവേറ്റും നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ 2 and ലെവൽ 3 നമ്മൾ ഇപ്പം കണ്ടത്. ആൻഡ് നമ്മുടെ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ലെവൽ 4, 5, 6 ഇതിന്റെയും മുകളിലുള്ള ലെവലിലെ പോസ്റ്റുകളാണ് അവിടെ വരുന്നത്. അത് ഗ്രാജുവേറ്റ്സിനുള്ളത്, ഇത് അണ്ടർ ഗ്രാജുവേറ്റ് +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞു, ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അടുത്ത ഈ നോട്ടിഫിക്കേഷൻസ് വരാൻ വേണ്ടിയാണ്. ഈ നോട്ടിഫിക്കേഷൻസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ജൂലൈ ടു സെപ്റ്റംബർ ആണ് ഇതിൻ്റെയൊക്കെ ഡ്രാഫ്റ്റും ബാക്കിയുള്ള പ്രിപ്പറേഷൻ സമയം പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെപ്റ്റംബർ ആയി. അപ്പോൾ ഇനി സെപ്റ്റംബർ അവസാനത്തോടോ അല്ലെങ്കിൽ ഒക്ടോബറിലോടോ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസ് വരും. ബിക്കോസ് ഈ ഒരു ഡ്രാഫ്റ്റ് ഈ ഒരു സമയത്താണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം, ലൈക്ക് ഈ നോട്ടിഫിക്കേഷൻ പ്രിപ്പയർ ചെയ്യാൻ, വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള സമയമാണ് ജൂലൈ ടു സെപ്റ്റംബർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നു തുടങ്ങി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മാർച്ച് കഴിഞ്ഞ് മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ തുടക്കത്തിലാണ് നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അതേപോലെ സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബറത്തോടെ നമ്മുടെ ഈ ഒരു NTPC നോട്ടിഫിക്കേഷൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങൾ എത്രയും നല്ലപോലെ പ്രിപ്പയർ ചെയ്തു തുടങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ട്. ബിക്കോസ് നമ്മുടെ NTPC എക്സാംസ് ഇപ്പം ലാസ്റ്റ് ഇയർ വിളിച്ചതിന്റെ എക്സാം നടന്നത് ജൂണിലാണ് നമുക്ക് നടന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒക്ടോബർ നോട്ടിഫിക്കേഷൻ വന്നാലും ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ നമുക്ക് 8 മാസത്തോളം മിനിമം സമയം കിട്ടും. അല്ലെങ്കിൽ മിനിമം പോട്ടെ 6 മാസം
എന്തായാലും സമയം കിട്ടും. അപ്പോൾ അത്യാവശ്യം പ്രിപ്പയർ ഉള്ള സമയമുണ്ട്. പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇപ്പം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയവർ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഇപ്പം പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ ഉറപ്പായിട്ടും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക നല്ലപോലെ. ആൻഡ് നിങ്ങൾക്ക് ഒരു ബാച്ചസിന്റെ കൂടെ ജോയിൻ ചെയ്ത് എൻറോൾ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എൻട്രിയിൽ നമ്മുടെ ഈ റെയിൽവേ കോഴ്സുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ റെയിൽവേ എക്സാംസിന് വേണ്ടിയുള്ള ബാച്ചസും നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് കിട്ടും. അതുപോലെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് അവരുടെ സമയം അനുസരിച്ച് റെക്കോർഡ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് ഈവനിങ് ടൈം ആയിരിക്കും ലൈവ് ക്ലാസ്സസ് ഒക്കെ പോകുന്നത്. ഈ പഠിച്ച റെക്കോർഡ് ക്ലാസ്സിന്റെ ലൈവ് ക്ലാസ്സസ്, അതിന്റെ അഡ്വാൻസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആയിരിക്കും ലൈവ് ക്ലാസ്സസിൽ പോകുന്നത്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് സിലബസ് കവറേജ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഷെഡ്യൂൾ ഉണ്ട്. ഈ ഒരു ക്ലാസ്സസ് എങ്ങനെ പോകുന്നത്, ക്ലാസ് എന്ന് തുടങ്ങും, എന്ന് തീരും എന്നുള്ളതടക്കം നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റൻസ് വർക്കൗട്ടിന്റെ ഒക്കെ സെഷൻസ് ഉണ്ടായിരിക്കും സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ കോർ ടോപ്പിക് ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഡെയിലി ക്യൂസുകളും മോക്ക് ടെസ്റ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ആപ്പിൽ കിട്ടും. അതുപോലെ ആപ്പിൽ നിങ്ങൾക്ക് എയുടെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ വീക്ക് ഏരിയ, സ്ട്രോങ് ഏരിയസ് ഒക്കെ ഫോക്കസ് ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ നിങ്ങൾ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഒട്ടും ലേറ്റ് ആവാതിരിക്കുക. ബാച്ചസ് ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞു. ഡിഫറെൻറ്റ് ഓരോരോ ബാച്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചസിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ NTPC എന്ന് പറയുമ്പോൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 33 വയസ്സ് വരെ, നമ്മുടെ ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 30 വയസ്സ് വരെയാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8714764666 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഈ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് നിങ്ങൾക്ക് ആ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഇപ്പം ഓൾറെഡി ചിലപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളവർ കാണും, കോളേജിലുള്ളവർ കാണും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി, ടൈമിംഗ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇതേപോലെ തന്നെ നമുക്ക് ഇനി ഒരു 3 പോസ്റ്റ് കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്റുകളുടെയും ഡീറ്റെയിൽസ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇവിടെ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.